മനക്കോട്ട കെട്ടിയിരുന്ന എംപിമാർക്കും മന്ത്രിസഭ ലക്ഷ്യം വെച്ചിരുന്ന പ്രമുഖർക്കും AICCയുടെ വക എട്ടിന്റെ പണി. പാവം നേതാക്കന്മാരെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സംഗതി സിമ്പിളാണ്. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഒരു MP പോലും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതൊരു ചെറിയ കാര്യമല്ല. ശശി തരൂർ, K സുധാകരൻ, ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ തുടങ്ങി വമ്പന്മാരുടെ നിര തന്നെ കേരളത്തിൽ കളം പിടിക്കാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് ഡൽഹിയിൽ നിന്ന് ഈ ഇടുത്തി വരുന്നത്. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? വെറും ഉപതെരഞ്ഞെടുപ്പ് പേടി മാത്രമാണോ, അതോ കേരളത്തിലെ ചില ഗ്രൂപ്പ് നേതാക്കൾ ചേർന്ന് MP മാർക്ക് കൊടുത്ത എട്ടിന്റെ പണിയാണോ? ഈ വിഷയം നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20ൽ 18 സീറ്റും നേടി UDF തിളക്കമാർന്ന വിജയം ആഘോഷിക്കുമ്പോൾ ജയിച്ചു കയറിയ പലരുടെയും ഉള്ളിലിരിപ്പ് മറ്റൊന്നായിരുന്നു. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന കേരളത്തിൽ അടുത്ത തവണ UDF അധികാരം പിടിക്കുമെന്നും അപ്പോൾ മന്ത്രിക്കസേരയിൽ ഇരിക്കാമെന്നുമായിരുന്നു പലരുടെയും കണക്കുകൂട്ടൽ. ഡൽഹിയിലെ തണുപ്പിൽ പ്രതിപക്ഷ MP എന്നതിനേക്കാൾ കേരളത്തിലെ ചൂടുള്ള മന്ത്രി പദവിക്കാണ് പലർക്കും പ്രിയം. ഇതിനായി തങ്ങളുടെ പഴയ തട്ടകങ്ങളിലേക്ക് മടങ്ങാൻ പലരും പച്ചക്കൊടി കാട്ടിയിരുന്നു. എന്നാൽ ഈ നീക്കത്തിന് ഇപ്പോൾ ഹൈക്കമാൻഡ് കടുത്ത റെഡ് സിഗ്നൽ നൽകിയിരിക്കുകയാണ്. AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയും ഹൈക്കമാൻഡും 3 പ്രധാന കാരണങ്ങളാണ് ഈ തീരുമാനത്തിന് പിന്നിൽ ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു MP നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ ആ ലോക്സഭാ സീറ്റിൽ 6 മാസത്തിനുള്ളിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം. ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നത് സാമ്പത്തികമായും സംഘടനാപരമായും വലിയൊരു ബാധ്യതയാണ്. സിറ്റിംഗ് സീറ്റുകൾ തോറ്റാൽ അത് ദേശീയ തലത്തിൽ വലിയ ക്ഷീണമായിരിക്കും. ഇനി BJPക്കെതിരെ പാർലമെന്റിൽ ഓരോ അംഗവും കോൺഗ്രസിന് പ്രധാനവുമാണ്. ജയിച്ചു വന്നവരെല്ലാം കേരളത്തിലേക്ക് തിരിച്ചു പോയാൽ അത് ഇന്ത്യ മുന്നണിയുടെ കരുത്തിനെ ബാധിക്കും. പിന്നെ പദവി മോഹികൾ എന്ന ലേബൽ വീഴാൻ ഇത് കാരണവുമാകും. ജനങ്ങളെ വഞ്ചിച്ച് സ്ഥാനം തേടി പോകുന്നു എന്ന LDF BJP പ്രചാരണം തടയാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ഈ തീരുമാനം നടപ്പിലായ ശരിക്കും ചെക്ക് ആകുന്നത് ആരൊക്കെയാണ്? ശശി തരൂർ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർത്തപ്പെട്ട പേര്. തിരുവനന്തപുരത്തോ വട്ടിയൂർക്കാവോ മത്സരിക്കാൻ ആഗ്രഹിച്ച തരൂരിനെ ഡൽഹിയിൽ തന്നെ തളച്ചിടാനാണ് പാർട്ടിയുടെ തീരുമാനം. അടുത്തത് K സുധാകരൻ. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് വരാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പിന്നെ ഷാഫി പറമ്പിൽ. വടകരയിൽ പോയി ജയിച്ചെങ്കിലും ഷാഫിയുടെ ഹൃദയം ഇപ്പോഴും പാലക്കാടാണ്. നിയമസഭയിൽ ഷാഫിയുടെ അഭാവം അണികളും ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അടൂർ പ്രകാശും ഹൈബി ഈഡനും. കോന്നിയും എറണാകുളവും ലക്ഷ്യം വെച്ചിരുന്ന ഈ നേതാക്കൾക്കും നിലവിലെ തീരുമാനം വലിയ തിരിച്ചടിയാണ്. ഇവിടെയാണ് രാഷ്ട്രീയത്തിലെ യഥാർത്ഥ ട്വിസ്റ്റ്. MP മാർ നിയമസഭയിലേക്ക് വരേണ്ടതല്ല എന്ന തീരുമാനത്തിന് പിന്നിൽ കേരളത്തിൽ ചില സിറ്റിംഗ് MLA മാരുടെ സമ്മർദ്ദമുണ്ടെന്നാണ് അണിയറ സംസാരം. വമ്പൻ സ്രാവുകൾ ഇങ്ങോട്ട് വന്നാൽ തങ്ങളുടെ മന്ത്രിസ്ഥാനം പോകുമോ എന്ന് ഭയക്കുന്നവർ ഹൈക്കമാൻഡിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് സൂചന. MP മാർക്ക് റെഡ് കാർപ്പറ്റ് വിരിക്കുമെന്ന് കരുതിയെടുത്ത് ഇപ്പോൾ റെഡ് സിഗ്നൽ കിട്ടിയത് വെറുതെയല്ല. ഈ വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനും K മുരളീധരനും എടുത്ത നിലപാടുകളും ശ്രദ്ധേയമാണ്. എനിക്ക് താല്പര്യമില്ല, മറ്റുള്ളവരെയും വിടരുത് എന്ന നിലപാടാണ് ഉണ്ണിത്താൻ. എന്നാൽ മുൻപ് MP സ്ഥാനം രാജിവെച്ച് മത്സരിച്ചതിൽ കുറ്റബോധം ഉണ്ടെന്നാണ് മുരളീധരൻ തുറന്നു പറഞ്ഞതും. ഇത് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വലിയ ധാർമ്മിക പിന്തുണയൊക്കെ നൽകുന്നുണ്ട്. MP മാർ മാറി നിൽക്കുന്നതോടെ KSU യൂത്ത് കോൺഗ്രസ് തലപ്പത്തുള്ള നിരവധി യുവാക്കൾക്ക് നിയമസഭയിലേക്ക് വഴി തുറക്കുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസ് അല്ലേ, UDF അല്ലേ, എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. മിക്കവാറും UDF ജയിച്ചാൽ ലീഗ് കേരളം ഭരിക്കും. നമുക്ക് കണ്ടു തന്നെ അറിയാം.